ഇത്രയധിക കാലം ആട്ടും തുപ്പും അധിക്ഷേപം ഒക്കെ സഹിച്ച് നിന്നെപ്പോലെ തന്നെ രവിയുടെ കൂടെ നിന്നവനായി ഞാനും. പക്ഷേ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഒറ്റയടിക്ക് ചന്ദ്രേട്ടനെ ചവിട്ടി പുറത്താക്കിയിട്ട് എല്ലാം അങ്ങ് കൈയടക്കി കളയാമെന്ന് വിചാരിച്ചാലുണ്ടല്ലോ. നോ, നെവർ. നിന്റെ രവി എപ്പോഴും ഇങ്ങനെ ചന്ദ്രേട്ടനെ കളിയാക്കി പറയാറില്ലടാ, ഗാംബ്ലർ എന്ന്. ഉള്ളിന്റെ ഉള്ളിൽ അത് തന്നെയാ ചന്ദ്രേട്ടൻ ഇപ്പോഴും, ചൂതാട്ടക്കാരൻ. സോ ദാറ്റ്സ് ഇറ്റ്. ചന്ദ്രേട്ടൻ കൂറുമാറി ചവിട്ടുന്നു. ചന്ദ്രേട്ടൻ തനിച്ചല്ല, കൂടെ നീയും. എന്താ രവി നിന്റെ പേരിൽ ഏതെങ്കിലും കാലത്ത് എഴുതി വയ്ക്കൂന്ന് വീമ്പിളക്കുന്നത് പോലെ ദുബായ് പോർട്ടിലെ 1.25 ചക്രത്തിന്റെ ഉണക്കമീൻ കച്ചവടം അല്ല ഇത്. ദാ ഒന്ന് മൂളിയാ മതി നീയ്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ, ഇല്ലെങ്കിൽ ബോംബെയില്. നീ ചോദിക്കുന്ന പണം നിനക്ക് തരും ഭട്ടാജി, ഇൻ ക്രോഴ്സ്. പകരം കൂടെ നിന്ന് ഒപ്പം നടന്ന് ഈ ഭട്ടാജിയുടെ കാൽ ചുവട്ടിക്കൊണ്ടു എറിഞ്ഞു കൊടുക്കണം നമുക്ക് രവിയെ. എന്റെ ഒപ്പം നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ he can go back. ഒരു പോറല് പോലും വെൽക്കാതെ തിരിച്ചു പോയിക്കോട്ടെ യൂസഫ്. അറേ യെസ്, ജീവനോടെ വിട്ടാൽ ഇവൻ എല്ലാം ചെന്ന് രവിയോട് പറയും, അത്രയല്ലേ ഉള്ളൂ. ഐ ഡോണ്ട് കെയർ. എന്നായാലും രവി ഇതൊക്കെ അറിയാനുള്ളതല്ലേ. പക്ഷെ അതിന്റെ പേരിൽ ഇവന്റെ ജീവൻ എടുക്കാൻ പാടില്ല. he should go. ഭട്ടാജി, it's a request, please. ചന്ദ്രേട്ടന്റെ കാർ പുറത്തുണ്ട്, നിനക്ക് പോകാം. യൂസഫ്, son of a bitch. अरे विक्टर, अरे ये तो कमाल का आदमी निकला यार. देख. हेलो 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 ചന്ദ്രേട്ടൻ. എന്തേ കിട്ടുന്നില്ല ചന്ദ്രേട്ടനെ? വിളിച്ചിട്ട് ലൈൻ ത്രൂ ആവുന്നില്ല. ഒരുപക്ഷെ ചന്ദ്രേട്ടൻ ഇങ്ങോട്ട് പുറപ്പെടണമെങ്കിലോ, അല്ലെങ്കിൽ യൂസഫ് അവിടെ എത്തി കാണില്ല. ചെല്ലട്ടെ, അവര് വിളിക്കും. എന്നാൽ ഇതുവരെ രവിച്ചാനും വിളിച്ചില്ലല്ലോ കിരൺ. ഏയ്, സമയം കിട്ടിക്കാണില്ല ചായന. ആശുപത്രി കിടക്കെ കരിയുന്നു മാറാൻ സമ്മതിച്ചു കാണില്ല ചന്ദൻ പാപ്പ. അല്ലെങ്കിൽ പിന്നെ ഈ പാവം ലെഫ്റ്റനന്റ് വിളിച്ചില്ലേലും അടുക്കളക്കാരെ വിളിക്കാൻ മറക്കുകയല്ല മേതർ. അതെ, അമ്മ പോയി കിടന്നോളൂ. ഞാൻ ട്രൈ ചെയ്തോളാം ചന്ദ്രേട്ടനെ യൂസഫിനൊക്കെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മുനീർ, മുനീർ, അമ്മു, 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 Freeze! I said freeze! Hey! Drop the gun, Job! वरना मैं तेरी अम्मू को उड़ा दूंगा. Hey, no! Come on. Come on, hurry up. Move, move, move. Hurry up. Come on. Hey, लड़की को लेके आओ. ഇതൊന്നും മനഃപൂർവ്വമല്ല മോളെ. It's all because of him. He made me a cheat. ദാ ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഒടുവിൽ ഇങ്ങനെ ഒരു വേഷം കെട്ടിട്ട് വന്നത് ചന്ദ്രൻ നായർക്ക്. ഭട്ടാജി, shoot him. Come on, shoot this bloody fucker. Please. चुप कर. रतन, ले जा इस लड़की को. जल्दी, जल्दी ले जाओ. ले जा साली को, ले जा. ले जा, ले जा साली को. साले. Get, don't move.
Hey, drop the guns! Hey, drop the guns! I will shoot this bastard! No! Come on, drop it! Come on. പറയടാ, തിരിച്ചു വിടടാ മോനെ. No, 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 no! ഇല്ലെങ്കിൽ ഇവനെ विक्टर, तूने तो कमाल कर दिया यार। चल साले, चल। साला मुझको मारेगा ये। उल का पट्टा साला। रतन, जी, आ जाओ। आग लगा दो इसे। जी। जैसे नबी मोहम्मद ने शकील को लगाई थी, पूरी बिल्डिंग में आग लगा दो। ठीक है। चल, चल नायर। Aren't you Mr. Chandra Nair? Well, yes. And you? I'm Anjali. Anjali Bhaktiyar. And tell me, Chandratan, how come you're here? That. Hey, छोकरी, इधर आ, इधर आ। Just a minute. बात करनी है तुझसे। हाँ। तू नायर को इतना क्यों सताती है? No, I चुप कर, बकवास मत कर। अच्छा, जा नाच कर, जा, चल 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 विक्टर, चल। दरवाजा खोल। चल विक्टर। Hello everybody, you are doing a good job. Come on. दरवाजा खोल। चल रही। विक्टर संभल के। हाँ, रास्ता टेढ़ा है थोड़ा। आराम से आ जा। प्यारी छोकरी सोती है अभी। इस बेचारी को और एक हैवी डोज दो। जा जा जा। അല്ല പട്ടാജി, നമ്മളിയുള്ള മരുന്നെല്ലാം കൂടി കുത്തിവെച്ച് ഈ പെങ്കുച്ചിനെ ഇങ്ങനെ മയക്കി കിടത്തി കൊടുക്കാം. ഇതിന് വല്ല സംഭവിച്ചു പോയാലോ? ആഹാ, അതെ, ഫൂൽനാമത് വേണ്ടി മലക്കിടപ്പ് കിടക്കുന്ന ഒരൊറ്റ തുറുപ്പേ ബാക്കിയുള്ളൂ നമ്മുടെ കയ്യിൽ. ദൈവമാമൻ വന്നിറങ്ങുമ്പോൾ വിലപേശാനായിട്ട്. अबे चुप कर यार, कुछ नहीं होगा उसे। सुनो, इसे एक हैवी डोज और दो। ठीक है, कुछ नहीं होगा इस कुतिया को। चल सो जा मेरी राजकुमारी, सो जा, सो जा। Yes, definitely. I'll be at the airstrip. I'll receive him. What is the ETA? Those 4 PM. Well. Okay. News from Bombay? Yes. സർജറി കഴിഞ്ഞ് ചന്തമ്പാപ്പയ്ക്ക് ബോധം തെളിഞ്ഞിരിക്കുന്നു അത്രേ. ആൻഡ് രവി ഈസ് ഫ്ലൈയിങ് ബാക്ക്. ട്രിപ്പ് കട്ട് ഷോട്ട് ചെയ്ത് രവി ഇന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു പുറപ്പെടുന്നു. സോ വാട്ട്? അല്ല ഭട്ടാജി, എന്നാലും രവി ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോ ഐ മീൻ ഇവിടെ എല്ലാം ഭദ്രമാണല്ലോ അല്ലേ ഭട്ടാജി? Come on, relax, have a drink. അതെ, Come on. രവി വരുമ്പോ ധൈര്യമായിട്ട് എയർ സ്ട്രിപ്പിൽ ഉണ്ടായ മതി നായരി. Go receive him. ആ
ഹായ് രവി. Hi. വെൽക്കം ബാക്ക്. Are you drunk? എന്നിട്ട് എന്ത് പറ്റി ചന്ദ്രേട്ടൻ? നിങ്ങളെന്താ ഒറ്റയ്ക്ക്? എവിടെ പോയി കിരൺ? എവിടെ യൂസഫ്? രവി, അത് ചന്ദ്രേട്ട പ്ലീസ്, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈസ് ദർ എനിത്തിങ് ടെറിബിളി റോങ്? യെസ്. കം രവി, ഐ മസ്റ്റ് ടോക്ക് ടു യു. So, that is the story. അല്ലേ ചന്ദ്രേട്ടൻ? ചെക്ക് കേസിൽ അമ്മു പോലീസ് പിടിയിലാവെന്ന് അറിഞ്ഞപ്പോ യു പ്ലേഡ് എ ഗെയിം. എന്നോട് അനുവാദം ചോദിച്ചു എന്ന് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അമ്മുവിനെ നിങ്ങൾ കിരണിനെയും കൂട്ടി നിങ്ങളുടെ ഫാം ഹൗസിലേക്ക് അയച്ചു. ഓ മൈ സേക്ക്. എന്നെ കരുതിയിട്ട്, അമ്മുവിന്റെ സേഫ്റ്റിയെ കരുതിയിട്ട്, അല്ലേ? യെസ് രവി, ദാറ്റ്സ് ഓൾ വാട്ട് ഐ കുഡ് ഡു. ഗുഡ്. താങ്ക്സ്. പിന്നെ പിറ്റേന്ന് നിങ്ങൾ അവിടെ എത്തുമ്പോൾ കത്തിക്കരിഞ്ഞ നിലയിൽ ഫാം ഹൗസിന് വിഴുങ്ങിയ തീയിൽ കാവൽക്കാരൻ മുനീറിനോടൊപ്പം പാവ എന്റെ കിരണം പെട്ടുപോയിട്ടുണ്ടാവും. അതിനാണ് സാധ്യത, അല്ലേ ചന്ദ്രേട്ടൻ? രവി പ്ലീസ്, ഐ എം ടെറിബ്ലി സോറി. യെസ്, ബട്ട് അമ്മു ഇസ് സേഫ്. കിഷൻ ഭട്ടയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതായി അവർ തന്നെ ചന്ദ്രേട്ടനെ അറിയിച്ചു. ഇന്ന് നാളെ രാവിലെ ഭട്ടയുടെ ദൂതന്മാർ എന്നെ കാണാനെത്തും. And they will tell me what exactly I should do. എന്തൊക്കെ എഴുതി കഴിവേറ്റി കൊടുത്താൽ അമ്മുവിന് ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് പഠിപ്പിച്ചു തരും അവരെനിക്ക്, അല്ലേ ചന്ദ്രേട്ടൻ? രവി പ്ലീസ്, അറിഞ്ഞ വിവരങ്ങൾ മുഴുവൻ അങ്ങോട്ട് ധരിപ്പിച്ചു എന്നല്ലാതെ കൂടുതലൊന്നും അറിയില്ല ചന്ദ്രേട്ടനും. പ്ലീസ് രവി, ഐ മീൻ ഇറ്റ്. യെസ്, പക്ഷേ എന്റെ ആബ്സൻസിൽ ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്നെപ്പോലും വിവരം അറിയിക്കുന്നത് ഞാനിവിടെ വന്ന് ഇറങ്ങിയതിനു ശേഷം മതി എന്ന് തീരുമാനിച്ചു ചന്ദ്രേട്ടൻ. രവി, അത് ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത പരിഭ്രമത്തിന്റെ ഇടയിലും കാര്യങ്ങൾ പോലീസിൽ അറിയിച്ചാൽ അമ്മുവിന്റെ ജീവൻ അപകടത്തിലായി പോകും എന്നൊരു തീരുമാനമെടുക്കാൻ പോകുന്ന ബുദ്ധിയും കൂടെ തോന്നിച്ചു ചന്ദ്രേട്ടൻ, അല്ലേ? രവി പ്ലീസ്, എന്തു പറ്റി രവി? ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ല എന്നുണ്ടോ രവിക്ക്? അതോ ഡോണ്ട് യു? യെസ് ഐ ഡു. Rather I did trust you, but not anymore. രവി, എന്നിട്ട് പറയണം ചന്ദ്രേട്ടൻ, എവിടെ ഉണ്ട് യൂസഫ്? എവിടെ ഉണ്ടവൻ? ഞാൻ പറഞ്ഞല്ലോ രവി, he too is. യെസ്, he too is missing. ഒരുപക്ഷെ ഭട്ടയുടെ ആൾക്കാർ അവനെയും കെണിവെച്ച് പിടിച്ച് കൊന്നു കാണും. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ചോദിച്ച പണം കൊടുത്ത് അവരവനെ വിലക്കെടുത്ത് കാണും, അല്ലേ ചന്ദ്രേട്ടൻ? രവി, ഞാനങ്ങനെ പറഞ്ഞു എന്നല്ലാതെ I said it's possible. യെസ്, യു സെഡ് ഇറ്റ്സ് പോസിബിൾ. എന്നെ ഒറ്റ കൊടുത്ത് കാണുവാൻ, അല്ലേ? രവി, ഞാൻ അതേടാ, ചങ്കില് ജീവനുള്ളിടത്തോളം കാലം ഈ രവി മാമനെ വില പറഞ്ഞ് വിൽക്കില്ല യൂസഫ്. കഴിയില്ല അവനതിന്. പക്ഷേ you did that. കിഷൻ പെട്ട എന്ന പെറ്റി ഹുഡ്ലം ഒരു വല പിരിച്ചതിലും ഞാൻ പിച്ചക്കാശിട്ട് തന്നപ്പോ you traded yourself and you traded me. പ്ലീസ് പറയടാ, എവിടെയാ കൊന്നു കുഴിച്ചു മുടിച്ച എന്റെ യൂസഫിനെ? എനിക്കറിയില്ല. പറയാൻ എങ്ങനെയാ ചുട്ടി ചാമ്പലാക്കി എന്റെ കിരണ്ണെ? എനിക്കറിയില്ല. Bring her in and call the police. രവി, ദാ നോക്ക്, കാല് പിടിച്ച് പറയുക ചന്ദ്രേട്ടൻ. പ്ലീസ് ട്രസ്റ്റ് മീ. വിശ്വസിക്കണം നിങ്ങൾ ഞാനല്ലേ? അതേടോ, ഐ ട്രസ്റ്റഡ് യു. ഒരു കൂടപ്പുറപ്പിനെ പോലെ വിശ്വസിച്ച് നിങ്ങളെ ഞാൻ ഒരു ജ്യേഷ്ഠനെ പോലെ സ്നേഹിച്ചു. ബട്ട് യു ഫെയിൽഡ് മീ. ഒക്കെ വിറ്റ് തീരുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ഓർക്കാമായിരുന്നു ചന്ദ്രേട്ടന്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പിടിച്ചു കയറുമ്പോഴും നിങ്ങളെ ഞാനിങ്ങനെ ഒപ്പം കൂട്ടിയതിനെ കുറിച്ച്, ഓരോ ചതികളിലും ഇങ്ങനെ ചെന്ന് വീഴുമ്പോഴും ഒക്കെ പുറത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതിനെ കുറിച്ച്. കിഷൻ ഭട്ടയും രവിമാമനും തമ്മിൽ അടിച്ചു നശിക്കുമ്പോൾ അവശേഷിക്കുന്നതെല്ലാം ഒറ്റയ്ക്ക് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് മോഹിച്ച് ഒരു ഓവർനൈറ്റ് ഫോർച്യൂണിന് ജീവിതം ഗ്യാമ്പിൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ സത്യം നിങ്ങൾ ഓർമ്മിക്കണമായിരുന്നു ചന്ദ്രേട്ടൻ. ദാ, ഈ ദുബായ് നഗരത്തിന്റെ ഇത്തിരിയില്ലാത്ത അണ്ടർവേൾഡിന്റെ ഓരോ മിടിപ്പുകളും അങ്ങ് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ തൊട്ടറിയാൻ കഴിയും ബോംബെ എന്ന ഓർഗനൈസ് ക്രൈമിന്റെ മെഗാപോളിസിലെ ചന്ദൻ പാപ്പമാർക്ക്. You shouldn't have forgotten that. ഇനി പറയണം, എവിടെയുണ്ട് എന്റെ അമ്മു? ഇല്ല രവി, എന്നെ വിശ്വസിക്കണം. ഒന്നും അറിയില്ല ചന്ദ്രേട്ടന്. Shut your rotten trap, you. നിനക്ക് അറിയില്ലല്ലേ? പ്ലീസ് രവി.
ഇവിടെ അറിയും ചന്ദ്രേട്ടൻ അല്ലേ? യെസ്, അഞ്ജലി ഭക്തിയാർ. ഒരിക്കൽ എന്റെ പിടിയിൽപ്പെട്ടിട്ട് പിന്നെ കൃഷ്ണൻ പട്ടയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചെങ്കിലും അന്ന് മുതൽ രവി മാമനാണ് ഇവിടെ ഗോഡ് ഫാദർ. ആൻഡ് ഷീസ് ഓൺ മൈ പേറോൾസ്. യു ടു ഹാവ് മെറ്റ് അല്ലേ? യാ, ഇന്നലെയും കണ്ടിരുന്നു ഭട്ടയുടെ കൂടെ. You Nana, bring them in. രവി പ്ലീസ്. ഹലോ, യെസ്, one moment for you. No. One Mr. Kiran. Kiran Cheriyan Pothan. Oh my God. Kiran! Kiran!